നമസ്കാരം എല്ലാവർക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? അങ്ങനെ പോകുന്നു എല്ലാവരുടെയും കാര്യങ്ങൾ. ആർക്കൊക്കെ കോൾ വന്നു, ആർക്കൊക്കെ മെസ്സേജ് വന്നു, ആർക്കൊക്കെ റീയൂണിയൻ എന്ന് പോസിബിളാണ്, എല്ലാം കമൻറ്റിൽ ഇടുക കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ സിമ്പിളായിട്ട് നോക്കാം. കെൽറ്റിക് ക്രോസ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് തോട്ട്സ് ഈ സമയത്ത്, നിങ്ങളിത് കാണുന്ന സമയത്തുള്ള അവരുടെ തോട്ട്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. കെൽറ്റിക് ക്രോസ് ചെയ്യാം. അപ്പോൾ നമുക്ക് നല്ല ക്ലാരിറ്റി കിട്ടും. ഇന്ന് സൺഡേ ആണ്. അപ്പോൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് കാര്യങ്ങളൊന്നും നോക്കിയിട്ടാണ്, എല്ലാവരുടെയും ഫാമിലിയൊക്കെ വീട്ടിലുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടു തീർക്കാൻ പറ്റുന്ന കുറച്ച് സ്പീഡിൽ പറഞ്ഞു പോവാം കേട്ടോ. അപ്പോൾ തോട്ട്സ് നമുക്ക് എന്താണെന്നുള്ളത് നോക്കാം. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ പേര് ഷഫിൾ ചെയ്യുമ്പോൾ 3 പ്രാവശ്യം അല്ലെങ്കിൽ അതിൽ കൂടുതൽ പ്രാവശ്യം മനസ്സിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക കേട്ടോ. തുടങ്ങാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണെന്ന് പ്രത്യേകം ഓർക്കുക. എല്ലാവർക്കും റെസനേറ്റ് ആയിക്കൊള്ളണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. റെസനേറ്റ് ആവാത്തവർ നിർബന്ധപൂർവ്വം റെസനേറ്റ് ആക്കരുത്. ഓക്കെ, ഇവരെൻ്റെ ഡിവൈൻ please guide. I'm going to do a Celtic Cross reading for my viewers and person's thoughts at this moment, at this very moment when they are watching this video. What are their person thinking about me? എൻ്റെ വ്യൂവേഴ്സിനെ പ്രതി ഉള്ള അവരുടെ കറണ്ട് തോട്ട്സ്, ഈ നിമിഷത്തെ തോട്ട്സ് എന്താണെന്നുള്ളത് ദയവായി കാണിച്ചു തരൂ. കെൽറ്റിക് ക്രോസ് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നൈറ്റ് ഓഫ് കപ്സ്, ക്വീൻ ഓഫ് വാൻഡ്സ്, ക്വീൻ ഓഫ് പെൻഡക്കിൾസ്, 6 ഓഫ് സ്വാർഡ്സ്, 3 ഓഫ് സ്വാർഡ്സ്, Ace of Swords, Strength. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിട്ട് വേൾഡ് ആണ് കേട്ടോ. പലരുടെയും വേൾഡ്, ലോങ് ഡിസ്റ്റൻസ് ഒരുപാട് പേർക്ക് കാണുന്നുണ്ട്. ഓക്കെ, ആസ് ഇറ്റ് ഈസ് നല്ല എനർജി തന്നെയാണ്, നല്ല തോട്ട്സ് തന്നെയാണ് വന്നിരിക്കുന്നത്. അതായത് നിങ്ങളുടെ പേഴ്സൺ, നിങ്ങൾ പിണങ്ങിയൊക്കെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്ഷമാപണമൊക്കെ ആയിട്ട് ഒരു കോൾ, മെസ്സേജ് അല്ലെങ്കിൽ അവർ നേരിട്ട് വരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. നിങ്ങളെ പ്രതി അവർ അട്രാക്റ്റഡ് ആണ്, സ്നേഹമുണ്ട്, ഒരുപാട് റെസ്പെക്റ്റും നിങ്ങളെ പ്രതി അവർക്കുണ്ട്. നിങ്ങൾ പലരുടെയും പേഴ്സൺ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പെട്ട് കിടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വരുന്നവിടെ ഇവർ കുറച്ച് ഫൈനാൻഷ്യൽ ഡിപ്പെൻഡൻസി ആ തേർഡ് പാർട്ടിയുടെ അടുത്ത് കാണിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. പലരും ലോങ് ഡിസ്റ്റൻസിലുമാണ്. ഇവർക്ക് പക്ഷേ ഒരു റിയാലിറ്റി ചെക്ക് കിട്ടിയിട്ടുണ്ട്. അതെന്താണെന്ന് നമുക്ക് ക്ലാരിഫൈ ചെയ്യുമ്പോൾ അറിയാൻ സാധിക്കും. കാര്യങ്ങൾ ക്ഷമയോടെ ഹാൻഡിൽ ചെയ്ത് മുന്നോട്ട് വരണമെന്ന് തന്നെയാണ് ഇവർ ആലോചിക്കുന്നത് ഇപ്പോൾ. ഓക്കെ, ഒരു യാത്രയെക്കുറിച്ച് പലരും ആലോചിക്കുന്നുണ്ട്. ഒന്നുകിൽ ഇത് നിങ്ങൾ കാണുന്ന സമയത്ത് ഇവരൊരു യാത്രയിലായിരിക്കും, അല്ലെങ്കിൽ ഇന്നലെയോ ഇന്നോ ആയിട്ട് അവർ യാത്ര ചെയ്ത് എവിടെയെങ്കിലും പോവുകയോ വരികയോ ചെയ്തിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പം നമുക്ക് ഞാൻ ചെയ്യുന്നത് ക്ലാരിഫൈ, ഓരോ കാർഡും 3 കാർഡ്സ് വെച്ച് ക്ലാരിഫൈ ചെയ്യും. ക്വിക്കായിട്ട് പറഞ്ഞു പോവാമേ. ഇതിൽ ഇപ്പോൾ മേജർ അർക്കാന കാർഡ്, ഫസ്റ്റ് കാർഡ്സിൻ്റെ വേണേൽ രാശി ഞാൻ പറയാം. നിങ്ങൾ ഈ ഇതിൻ്റെ ഓരോ, ഞാൻ സ്പോർട്സിൻ്റെ എന്ന് പറയുമ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. സ്പോർട്സിൻ്റെ രാശി എന്ന് പറയുന്നത് ലിബ്ര, ജെമിനി, അക്വേറിയസ് ആണ്. തുലാം, മിഥുനം, കുംഭം. അപ്പോൾ ഇവിടെ എവിടെയൊക്കെ സോർട്സ് റിപ്പീറ്റ് ആവുന്നുണ്ടോ അവിടെയൊക്കെ ഈ രാശികൾ ആയിരിക്കും എന്ന് വിചാരിക്കുക. വോൺസിൻ്റെ എനർജി വന്നിട്ട് ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു. കപ്സ്, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം. പെൻറ്റക്കിൾസ്, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഋഷഭം, കന്നി, മകരം. ഓക്കെ, ക്ലിയർ ആയല്ലോ അല്ലേ. ഇപ്പോൾ സ്ട്രെങ്ത് വെച്ചിട്ട് മേജർ അർക്കാനാസ് വരുമ്പോൾ ഞാൻ അതിൻ്റെ രാശി പ്രത്യേകം പറയുന്നതാണ്. സ്ട്രെങ്ത്തിൻ്റെ വെച്ചിട്ട് ലിയോ രാശിയാണ്, ചിങ്ങ രാശിയാണ് കേട്ടോ. അതേപോലെ വേറെ എന്താ വന്നിരിക്കുന്ന മേജർ അർക്കാന ഇവിടെ? വേൾഡിന് നമ്മളങ്ങനെ പ്രത്യേകിച്ച് ഒരു സോഡിയാക്ക് പറയാറില്ല. ഓക്കെ, ഡിവൈൻ പ്ലീസ് ക്ലാരിഫൈ നൈറ്റ് ഓഫ് കപ്സ്. ഐ എം ഡൂയിങ് എ കെൽറ്റിക് ക്രോസ് ഫോർ മൈ വ്യൂവേഴ്സ്. ഐ വാണ്ട് ടു നോ ദ കറൻറ്റ് തോട്ട്സ് ഓഫ് മൈ വ്യൂവേഴ്സ് പേഴ്സൺ ഫോർ ദം. Please clarify Knight of Cups. Give me 3 cards. Ace of Cups, very good. Page of Cups and
4 ഓഫ് കപ്സ്. ഓക്കെ, ഏസ് ഓഫ് കപ്സ് വെച്ചിട്ട് ഞാൻ പറയണോ, ഒരുപാട് സ്നേഹമാണ് നിങ്ങളോട്. നിങ്ങളുമായിട്ട് ഒന്ന് പിണങ്ങി, ഇവിടെ ഒരു വലിയ പിണക്കമല്ല കാണുന്നത്, ഒരു കുഞ്ഞു പിണക്കമാണ് കാണുന്നത് കേട്ടോ. നിങ്ങൾ മെസ്സേജ് അയച്ച് കാണും, മെസ്സേജ് അയക്കുന്ന കൂട്ടത്തിൽ ഒന്ന് പിണങ്ങി കാണും, അത്രേ അവിടെ കാണുന്നുള്ളൂ. ഭയങ്കര പിണങ്ങി ഒരുപാട് വിട്ടിരിക്കുന്നതായിട്ടൊന്നും കാണുന്നില്ല. നിങ്ങൾ പിണങ്ങി പോയിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങളെ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട്. ഈവൻ ഷോർട്ട് ഡ്യൂറേഷൻ ആണെങ്കിൽ പോലും നിങ്ങളെ അവർ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കുന്ന കാര്യം അവർ കാര്യമായിട്ട് തന്നെ ആലോചിക്കുന്നുണ്ട്. ഇപ്പം അതിനെപ്പറ്റി തന്നെയാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പം തന്നെ ഒരു മെസ്സേജ് വരാനും സാധ്യതയുണ്ട്. ഒരു സോറിയൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ അനുനയിപ്പിക്കുന്ന രീതിയിൽ ഒരു മെസ്സേജ് കോളൊക്കെ നിങ്ങൾക്ക് വരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. കാരണം ഇവർക്ക് മനസ്സ് നിറയെ നിങ്ങളോട് സ്നേഹമാണ്, അവിടെ യാതൊരു ഡൗട്ടും ഇല്ല കേട്ടോ. നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ് അവർക്ക്. നിങ്ങളുടെ വാട്സാപ്പ് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കുന്നുണ്ട് നിങ്ങളുടെ മെസ്സേജ് വന്നിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ ദേഷ്യം ഒന്ന് മാറ്റി വെച്ചിട്ട് വേണമെങ്കിൽ ഒരു മെസ്സേജ് അയച്ചേക്കും, കുഞ്ഞു പിണക്കമൊക്കെ ആണെങ്കിൽ കേട്ടോ. വാശി പിടിച്ചിരിക്കൊന്നും വേണ്ട. ക്ലാരിഫൈ ക്വീൻ ഓഫ് വാൻഡ്സ്. ക്ലാരിഫൈ ക്വീൻ ഓഫ് വാൻഡ്സ്. കപ്സോട് കപ്സാണ് ആ ഇതിൽ, ഫുള്ള് കപ്സാണ്. അപ്പോൾ എന്തുമാത്രം സ്നേഹമുണ്ട്. ക്വീൻ ഓഫ് വാൻഡ്സിനെ ക്ലാരിഫൈ ചെയ്യുന്ന നൈറ്റ് ഓഫ് വാൻഡ്സ്, 3 ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് ഏസ് ഓഫ് വാൻഡ്സ്. ഓക്കെ, ഇവിടെ ക്വീൻ ഓഫ് വാൻഡ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ ഒരു തേർഡ് പാർട്ടി ഇൻവോൾവ് ആണ്. ഓക്കെ, പക്ഷേ തേർഡ് പാർട്ടി കുറച്ച് സ്ട്രോങ്ങും ആണ് കേട്ടോ. ഇവരെ കൺട്രോൾ ചെയ്യാനും മാത്രം കഴിവുള്ള ഒരു തേർഡ് പാർട്ടിയാണ് അവിടെ ഇൻവോൾവ് ആയിരിക്കുന്നത്. നിങ്ങൾക്ക് തന്നെ അറിയാം, തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ ഇവരുടെ സ്പൗസ് ആവാം, ഇവരുടെ പാരൻസ് ആവാം, എന്ത് തരം കൺട്രോളും ആവാം അവിടെ. പക്ഷേ ഇതൊരു പേഴ്സണാണ്, കരിയറായിട്ട് കാണുന്നില്ല. ഇവരുടെ ഒരു പേഴ്സണാണ് അവിടെ ഇവരെ കൺട്രോൾ ചെയ്യുന്നതായിട്ട് കാണുന്നത്. പക്ഷേ ഇവർക്ക് ആ കൺട്രോളിന് മേലെ നിങ്ങളോട് സ്നേഹമാണ്. ഓക്കെ, നിങ്ങളോട് ഹൈ പാഷനേറ്റ്ലി ഇൻ ലവ് ആണ് ഇവർ നിങ്ങളുമായിട്ട് ആ തേർഡ് പാർട്ടി സിറ്റുവേഷൻ മറികടന്ന് ഒരു പുതിയ ബിഗിനിങ് വേണം എന്ന് തന്നെയാണ്, ഒരു പുതിയ റൊമാൻറ്റിക് ബിഗിനിങ് വേണം എന്ന് തന്നെയാണ് ഇവർ ആഗ്രഹിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് ആക്ഷനും കൂടെ നോക്കട്ടെ രണ്ടിൻ്റെയും. ആദ്യത്തെ അവർ മെസ്സേജ് അയക്കും എന്നുള്ള നെക്സ്റ്റ് ആക്ഷൻ അവിടെ തന്നെ വന്നിരുന്നു. അവിടെ ഫസ്റ്റ് കേസ് പ്ലീസ് ടെൽ മീ വാട്ട് ഈസ് ദ നെക്സ്റ്റ് ആക്ഷൻ. വാട്ട് ഈസ് ദ നെക്സ്റ്റ് ആക്ഷൻ ഇൻ ദ ഫസ്റ്റ് കേസ്? 4 ഓഫ് കപ്സ്. ഓക്കെ, കണ്ടോ, സങ്കടപ്പെട്ടിരിക്കുകയാണ് കേട്ടോ. മിസ്സിങ് ആണ് നിങ്ങളെ. ഒന്ന് മെസ്സേജ് അയക്കൂ നിങ്ങൾ. ഓക്കെ, നിങ്ങൾ പിണങ്ങിയൊന്നും ഇരിക്കണ്ട, ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കറിയാമായിരിക്കും നിങ്ങളിൽ ആരൊക്കെ നിങ്ങളുടെ പാർട്ടിയുടെ അടുത്ത് വഴക്കിട്ടു, ചുമ്മാ പിണങ്ങിയതാ, അല്ലാതെ ഭയങ്കര വഴക്കിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. മെസ്സേജ് അയക്കുന്നതിൻ്റെ ഇടയിൽ പിണങ്ങിയവരുണ്ടെങ്കിൽ അങ്ങോട്ടൊന്ന് മെസ്സേജ് അയക്കുക കേട്ടോ. അവർ ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുകയാണ്. ക്ലാരിഫൈ സെക്കൻഡ് സെറ്റ് ഓഫ് കാർഡ്സ്. വാട്ട് ഈസ് ദ നെക്സ്റ്റ് ആക്ഷൻ എക്സ്പെക്റ്റഡ് ഫ്രം ദീസ് പീപ്പിൾ? 10 ഓഫ് സ്വാർഡ്സ്. ആൻഡ് ഇവർ കുറച്ചൊരു പേടിച്ചിരിക്കുന്ന പോലെയാണ് കാണുന്നത്. 10 ഓഫ് സ്വാർഡ്സ്. ഐ ഡിഡ്ന്റ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ആർ ദേ ഗോയിങ് ടു ഡു. ആർ ദേ ഗോയിങ് ടു വാക്ക് അവേ? ഹു ആർ ദേ ഗോയിങ് ടു വാക്ക് അവേ ഫ്രം? ഡിവൈൻ, ടെൽ മീ, ഹു ആർ ദേ ഗോയിങ് ടു വാക്ക് അവേ ഫ്രം? ഓക്കെ, അതായത് തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിങ്ങളുടെ അടുത്തുനിന്നല്ല അവർ വോക്ക് ചെയ്യുന്നത്. 9 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയിലേക്ക് അവർ വരുന്നതായിട്ടാണ് കാണുന്നത്. 9 ഓഫ് പെൻറ്റക്കിൾസ് എന്താണ്? സെൽഫ് ലവ്, സെൽഫ് കെയർ എന്നുള്ള സിറ്റുവേഷനിൽ വന്ന് തേർഡ് പാർട്ടിയെ ഇഗ്നോർ ചെയ്ത്, തേർഡ് പാർട്ടിയുടെ എതിർപ്പിനെ ഇഗ്നോർ ചെയ്ത്, ഇവിടെ പാരൻസുമായിരിക്കാം തേർഡ് പാർട്ടി കേട്ടോ. തേർഡ് പാർട്ടിയുടെ എതിർപ്പിനെ ഇഗ്നോർ ചെയ്തിട്ട് നിങ്ങളുടെ അടുത്തേക്ക് ഒരു പുതിയ ബിഗിനിങ്ങുമായിട്ട് വരുന്നതായിട്ടാണ് അവിടെ കാണുന്നത്. കാരണം 2 കാർഡ്സ് അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം നൈറ്റ് ഓഫ് വാൻഡ്സ് ഉണ്ട്, സ്പീഡ്ലി നിങ്ങളുടെ അടുത്ത് വരുന്നതും. ഏസ് ഓഫ് വാൻഡ്സ് നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ് അവിടെ കാണുന്നുണ്ട്. പ്ലസ് 9 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പോൾ തടസ്സങ്ങൾ മറികടന്ന് ഇനി കുറച്ച് ഞാൻ എൻ്റെ സ്വന്തം കാര്യവും കൂടി നോക്കട്ടെ എന്നുള്ള രീതിയിൽ ഒരു ഡിസിഷൻ എടുക്കുന്നതായിട്ടാണ് അവിടെ കാണുന്നത്. ക്ലാരിഫൈ ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ്. ക്ലാരിഫൈ ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ്. ക്ലാരിഫൈ ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ്. നിങ്ങൾ ഈ ഇതിൻ്റെ രാശികൾ വേണമെങ്കിൽ എഴുതി വെച്ചോളൂ. പെൻറ്റക്കിൾസ് ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഋഷഭം, കന്നി, മകരം. സ്വോർഡ്സ് ലിബ്ര, ജെമിനി, അക്വേറിയസ്. തുലാം, മിഥുനം, കുംഭം. വോൺസ് ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. മേടം, ചിങ്ങം, ധനു. കപ്സ് ക്യാൻസർ, സ്കോർപ്പിയോ, പൈസിസ്. കർക്കിടകം, വൃശ്ചികം, മീനം. ഓക്കെ,
ഞാനിത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ. മേജർ അർക്കാനയുടെ ഞാൻ പറയും. ക്ലാരിഫൈ ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് പ്ലീസ്. ക്ലാരിഫൈ ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ്. നൈറ്റ് ഓഫ് സ്വാർഡ്സ്, ജഡ്ജ്മെൻറ്റ് ആൻഡ് കിങ് ഓഫ് വാൻഡ്സ്. നിങ്ങളെ പ്രതി ഇവർ ഭയങ്കരമായിട്ട് അട്രാക്റ്റഡ് ആണ് കേട്ടോ. നിങ്ങളുടെ അടുത്ത് ഒരുപാട് സ്നേഹമാണ്. സ്നേഹത്തോടൊപ്പം തന്നെ ആക്ച്വലി നിങ്ങൾ തമ്മിൽ സംസാരിച്ച് തുടങ്ങിയപ്പോൾ ഇവർ കുറച്ചൊരു ഫ്ലർട്ടീഷ്യസ് എനർജിയിലൊക്കെ ആയിരിക്കും സംസാരിച്ച് തുടങ്ങിയത്. പക്ഷെ പിന്നീട് നിങ്ങളുടെ ഗുഡ് ക്വാളിറ്റീസ് അവർ മനസ്സിലാക്കിയപ്പോൾ, നിങ്ങളുടെ കെയർ, നിങ്ങളുടെ കഴിവുകൾ ഒക്കെ ഇവർ മനസ്സിലാക്കിയപ്പോൾ നിങ്ങളോട് ഭയങ്കര റെസ്പെക്റ്റ് പിന്നീട് സ്നേഹമായി മാറി. ഇപ്പോൾ എന്താണ് അവരുടെ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ അവർ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾ അവരുടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്. ആ പാസ്റ്റ് ലൈഫ് കണക്ഷൻ മൂലമാണ് നിങ്ങളോട് ഇവർക്ക് ഈ ഒരു സ്ട്രോങ് അട്രാക്ഷൻ ഫീൽ ചെയ്തത് എന്നിവർ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇമ്പൾസീവായിട്ട് ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്ന് തന്നെയാണ് ഇവർ ആലോചിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഒരു ജഡ്ജ്മെൻറ്റിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ലിബ്ര, തുലാരാശിക്കാരാണ് ഇതിൽ കൂടുതലായിട്ടും കണക്റ്റ് ആയിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ മിക്കവാറും ഒരു മെഡിക്കൽ ഫീൽഡിൽ അല്ലെങ്കിൽ സ്പിരിച്വലി റിലേറ്റഡ് റേക്കി ഹീലർ അങ്ങനെയൊക്കെ ജോലി ചെയ്യുന്ന ഒരാളായിരിക്കാം. അല്ലെങ്കിൽ വേറെന്താണ്, ഇവരുടെ ടീച്ചറായിരിക്കാം, ഒരു ടീച്ചറായിരിക്കാൻ സാധ്യതയുണ്ട്. അതായത് ഇവരുടെ അടുത്ത് കുറേ ഉപദേശം ചോദിച്ച് വരാറുണ്ട്. അതേപോലെ നിങ്ങൾ പതിവായിട്ട് അമ്പലം, പള്ളി അങ്ങനെയൊക്കെ ഒരു പ്രെയർ ഗ്രൂപ്പ് അങ്ങനെയൊക്കെ വെച്ചിട്ടായിരിക്കും ആദ്യമായിട്ട് കണ്ടിട്ടുണ്ടാവുക. അല്ലെങ്കിൽ ഒരു മീറ്റിങ്ങിൽ വെച്ചിട്ട് നിങ്ങൾ അതായത് ഒന്നിൽ കൂടുതൽ ആൾക്കാർ ഉള്ള ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് നിങ്ങൾ തമ്മിൽ ആദ്യമായിട്ട് കണ്ടിട്ടുണ്ടാവുക കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ ആദ്യമായി കണ്ടിട്ടുണ്ടാവുക ഒരു മീറ്റിങ്ങിൽ വെച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അതായത് ഒന്നിൽ കൂടുതൽ ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു നിങ്ങൾ ആദ്യമായിട്ട് കാണുമ്പോൾ. ഓക്കെ, അങ്ങനെ പരിചയപ്പെട്ട് പിന്നെ കോൺസ്റ്റൻ്റ് ആയിട്ട് മീറ്റിങ്സ്, ഒന്നിൽ കൂടുതൽ ആൾക്കാരുള്ള സ്ഥലത്ത് തന്നെയാണ് നിങ്ങൾ കൂടുതൽ പ്രാവശ്യം കണ്ടിട്ടുണ്ടാവുക. വാട്ട് ഈസ് ദ നെക്സ്റ്റ് ആക്ഷൻ എക്സ്പെക്റ്റഡ് ഫ്രം ദീസ് പീപ്പിൾ? ഏസ് ഓഫ് കപ്സ് ആൻഡ് പേജ് ഓഫ് പെൻറ്റക്കിൾസ്. ഓക്കെ, ഇപ്പോൾ അവരാലോചിച്ചുകൊണ്ടിരിക്കുന്നത് സ്നേഹം, ഒരുപാട് സ്നേഹത്തോടെ നിങ്ങളെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്നേഹത്തോടൊപ്പം തന്നെ റെസ്പെക്റ്റും ഉണ്ട്, ഞാൻ പറഞ്ഞല്ലോ. അതേപോലെ ഒരു ഫിസിക്കൽ അട്രാക്ഷനും ഇവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കിങ് ഓഫ് വാൻഡ്സ് വെച്ചിട്ട് എല്ലാ രീതിയിലും നിങ്ങളെ അവരൊരു ഹസ്ബൻഡ് മെറ്റീരിയൽ, വൈഫ് മെറ്റീരിയൽ ആയിട്ടാണ് കാണുന്നത്. ഓക്കെ, പിന്നെ നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഇവർ വളരെ കാര്യമായിട്ട് തന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങളുടെ വാട്സാപ്പ് DP നോക്കുക, അപ്ഡേറ്റ്സ് നോക്കുക. അതായത് നിങ്ങളുടെ വേറെ അബൌട്ട്സ് ഇവർ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. അതേപോലെ സോഷ്യൽ മീഡിയ റിലേറ്റഡ് വേറെ ഏതെങ്കിലും പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ അവൈലബിൾ ആണെങ്കിൽ അവിടെയും ഇവർ നിങ്ങളെ ചെക്ക് ചെയ്യുന്നുണ്ട്. മെസ്സേജ് വരാനുള്ള സാധ്യതയും തുലാരാശിക്കാരാണ് ഏറ്റവും കൂടുതലായിട്ട് ഇതിൽ കാണുന്നത്. Please clarify 6 of Swords. Oh, 10 of Swords, 10 of Wands and High Priestess. Okay. ഈ സെറ്റ് ഓഫ് കാർഡ്സിൽ വന്നത് 6 ഓഫ് സ്വാർഡ്സ് ആയിരുന്നു ഓൾറെഡി ഉണ്ടായിരുന്നത്. 10 ഓഫ് വാൻഡ്സ്, 10 ഓഫ് സ്വാർഡ്സ് ആൻഡ് ഹൈ പ്രീസ്റ്റസ് ആണ് നമുക്ക് വന്നത് കേട്ടോ. ഇവിടെ ഇവർ വല്ലാത്തൊരു സഫക്കേറ്റിംഗ് സിറ്റുവേഷനിൽ, വളരെ വേദന ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷനിൽ സ്റ്റക്കായിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അവർ ആ സിറ്റുവേഷനിൽ എക്സോസ്റ്റഡ് ആണ് കേട്ടോ. ഇവരുടെ ഫാമിലിയിലുള്ള ഒരു ഫീമെയിൽ ആണ് ഈ നിങ്ങളുടെ ബന്ധത്തിനെ ഏറ്റവും എതിർക്കുന്നതായിട്ട് കാണുന്നത്. ഞാൻ എപ്പോഴും ഹൈ പ്രിസ്റ്റസ് വരുമ്പോൾ അമ്മ എന്ന് പറയാറുണ്ട്. പക്ഷേ ഇന്ന് എനിക്ക് അമ്മ മാത്രമല്ല, ഇവരുടെ ഒരു സിസ്റ്ററോ എൽഡർ സിസ്റ്റർ അല്ലെങ്കിൽ സ്പൗസ്, ഇവരുടെ വൈഫായിരിക്കാം. പക്ഷേ ഇവരുടെ ഫാമിലിയിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ലേഡിയാണ് അത്. ഓക്കെ, ഇവരുടെ അമ്മയായിരിക്കാം, ഇവരുടെ സിസ്റ്റർ ആയിരിക്കാം, ഇവരുടെ സ്പൗസ് ആയിരിക്കാം. ഇതിൽ ആരോ ഒരാൾ ഇവരെ വളരെയധികം കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതുപോലെ ഇവർ ആലോചിക്കുന്നുണ്ട്, ഇവർ മാരീഡ് ആണെങ്കിൽ നിങ്ങളെ ഇവർ കോണ്ടാക്റ്റ് ചെയ്താൽ ഇവരുടെ വൈഫ് അത് കണ്ടുപിടിക്കും. വൈഫ്, എസ്പെഷ്യലി വൈഫ്. ഓക്കെ, വൈഫ് കണ്ടുപിടിക്കും.
അത് പ്രശ്നമാവും എന്ന് ഇവർ അവിടെ നിങ്ങളുടെ പാർട്ട്ണർ മെയിലാണെങ്കിൽ അവരങ്ങനെ പേടിക്കുന്നുണ്ട്. ഓക്കെ, പക്ഷേ ഇവർ ഈ സ്വയം റെസ്ട്രിക്റ്റ് ചെയ്തിട്ട് ഭയങ്കര ബർഡനാണ് ഈ അനുഭവിക്കുന്നത് കേട്ടോ. ഭയങ്കര പെയിൻഫുൾ സിറ്റുവേഷനിലാണ് ഇവർ നിൽക്കുന്നത്. ഈ പേഴ്സൺ ഇവരെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ കാര്യം പറഞ്ഞിട്ട് ഈ പേഴ്സൺ ഇവർക്ക് വല്ലാത്ത വേദന കൊടുക്കുന്നുണ്ട്. ഇവരെ ഭയങ്കരമായിട്ട് നാഗ് ചെയ്യുന്നുണ്ടായിരിക്കും, വഴക്കിടുന്നുണ്ടായിരിക്കും. ഇവർക്ക് ആ സിറ്റുവേഷനിൽ നിന്ന് പോയാൽ മതി എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് അവർ നിൽക്കുന്നത്. ഭയങ്കര ബർഡൻ ഫീൽ ചെയ്തിട്ടാണ് ഇവർ, താങ്ങാൻ വയ്യാത്ത ഒരു സിറ്റുവേഷനിലാണ് അവർ നിൽക്കുന്നത് കേട്ടോ. ക്ലാരിഫൈ, അതിനെപ്പറ്റി തന്നെയാണ് അവരിപ്പോൾ ആലോചിക്കുന്നത്. കാരണം ഇവർക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ പേടിയാണ്. കാരണം ഇവർ പ്രശ്നം ഉണ്ടാക്കും എന്നുള്ള, അത് ചെറിയ പ്രശ്നമല്ല, ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നതായിട്ടാണ് കാണുന്നത്. ക്ലാരിഫൈ, what can be the next action expected in this case, divine? Will there be any next action? Three of Cups and Ten of Pentacles. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് അവിടെ കാണുന്നത്. ഓക്കെ, വളരെ സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് അവിടെ കാണുന്നത്. ഇവർ ആലോചിക്കുന്നത് ഇപ്പോഴുള്ള സിറ്റുവേഷൻ അങ്ങനെ തന്നെ അങ്ങ് പോകട്ടെ. ടെൻ ഓഫ് പെൻറ്റക്കിൾസ് പറയുമ്പോൾ സ്റ്റെബിലിറ്റി, ഫാമിലി എന്നൊക്കെയാണ്. അപ്പോൾ ഈ ഫാമിലിയുടെ അവിടെ ഒരു സമാധാനമായിട്ട് പോകട്ടെ എന്ന് വിചാരിച്ച് ഇവരവിടെ മിണ്ടാതിരിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ഇവരുടെ ഭാഗത്ത് നിന്ന് അവർക്ക് ആക്ഷൻ എടുക്കാൻ ഭയമാണ്. സത്യം പറഞ്ഞാൽ അവരുടെ സൈഡിൽ നിന്ന് ഒരു ആക്ഷൻ വരുന്നതായിട്ട് കാണുന്നില്ല. Will they ever come out of this situation? Will they ever come out of this situation? Will they ever come out of this situation, divine? I see they are focusing towards their family. വളരെ സ്ലോ ആയിട്ട് മാത്രമേ, വന്നാൽ തന്നെ ഒരുപാട് സമയമെടുത്ത് വളരെ സ്ലോ പ്രോസസ്സായിട്ടേ അവർക്ക് അതിൽ നിന്ന് പുറത്ത് കിടക്കാൻ സാധിക്കുകയുള്ളൂ കേട്ടോ. ഉടനെ ഒരു ആക്ഷൻ ഈ ഗ്രൂപ്പിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട. പൈസസ് മീനരാശിക്കാരാണ് ഏറ്റവും കൂടുതലായിട്ട് ഒരു ഇതിൽ കണക്റ്റ് ആയിരിക്കുന്നത്. ക്ലാരിഫൈ, ത്രീ ഓഫ് സ്പോർട്സ്. ക്ലാരിഫൈ, ത്രീ ഓഫ് സ്പോർട്സ്. ക്ലാരിഫൈ, ത്രീ ഓഫ് സ്പോർട്സ്. അവർ വളരെ പെയിനിലിരിക്കുകയാണ്, അവിടെ മാനസികമായിട്ട് തകർന്നിരിക്കുക. ക്ലാരിഫൈ, ത്രീ ഓഫ് സ്പോർട്സ്. Queen of Wands, Page of Swords and the Fool. ഓക്കെ, ത്രീ ഓഫ് സ്വാർഡ്സ് ആണ് അവിടെ വന്നതെങ്കിലും ഔട്ട്കം വന്നിരിക്കുന്നത് നല്ലതാണ് കേട്ടോ. തോട്ട്സിൽ നല്ലതാണ് വന്നിരിക്കുന്നത്. ക്വീൻ ഓഫ് വാൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങളെ പ്രതി ഹൈലി അട്രാക്റ്റഡ് ആണ്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഉണ്ട്. നിങ്ങൾ തമ്മിൽ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ വരെയും വന്നിട്ടുണ്ട്. പക്ഷേ ബ്രേക്കപ്പ് സിറ്റുവേഷനിലാണെങ്കിൽ പോലും ഈ നിമിഷം അവർ നിങ്ങളെപ്പറ്റി തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതായത് ഇവരുടെ മനസ്സ് ഇങ്ങനെ ഒരു ക്ലൗഡ് വന്ന് നിറഞ്ഞതുപോലെയാണ് ഇരിക്കുന്നത്. നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യണം എന്നിവർക്ക് വളരെയധികം ആഗ്രഹമുണ്ട്. ഈ നിമിഷം അവർ ആലോചിക്കുന്നുണ്ട് നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. ഇത് നിങ്ങളുടെ ഒരു എക്സ് ആയിരിക്കാം, നിങ്ങൾ ഓൾറെഡി സെപ്പറേറ്റഡ് ആയിരിക്കണം, നിങ്ങളുടെ സ്പൗസ് ആയിരിക്കാം, നിങ്ങൾ വീട്ടുകാർ വല്ല ഇടപെട്ട് സെപ്പറേറ്റഡ് ആയിട്ടിരിക്കുന്ന ആൾക്കാരായിരിക്കാം. അവരും നിങ്ങളെ മറന്നിട്ടില്ല. നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്ന കാര്യം അവർ വളരെയധികം കാര്യമായിട്ട് തന്നെ ആലോചിക്കുന്നുണ്ട്. ഫുള്ളിൻ്റെ കാർഡ് വെച്ചിട്ട് അവർ ഉള്ള സിറ്റുവേഷൻ എങ്ങനെയെങ്കിലും ആവട്ടെ, ഞാൻ എൻ്റെ ലൈഫുമായിട്ട് മുന്നോട്ട് തന്നെ പോവുകയാണ്, ഡിവൈനെ എല്ലാം ഏൽപ്പിച്ചിട്ട് കെയർ ഫ്രീ ആയിട്ട് ഇനി ഞാൻ കൂടുതലൊന്നും ചിന്തിക്കുന്നില്ല എന്ന് തന്നെയാണ് ഇവർ വിചാരിക്കുന്നത് കേട്ടോ. കുറച്ചൊരു ധൈര്യം സംഭരിച്ച് ഇവർ മുന്നോട്ട് വരുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ നിങ്ങളെ കാണുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുമ്പോൾ, സംസാരിക്കുമ്പോൾ നിങ്ങളോട് എന്താണ് പറയേണ്ടത്, എങ്ങനെ പറയണം, നിങ്ങളെ ദേഷ്യപ്പെടുത്താതിരിക്കുകയും വേണം അല്ലേ. അപ്പോൾ കാരണം നിങ്ങളെ വിട്ടിട്ട് പോയതാണ്. അപ്പം നിങ്ങളെ എന്തൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കാം എന്നൊക്കെ ഇവരിങ്ങനെ മനസ്സിൽ റിഹേഴ്സ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ഫൂളാണ് മേജർ അർക്കാന കാർഡായിട്ട് അവിടെ വന്നിരിക്കുന്നത്. ഫുള്ള് വെച്ചിട്ട് ഏരീസ്, മേടരാശിക്കാരാണ് ഇതിൽ കൂടുതലായിട്ട് കണക്റ്റ് ആയിരിക്കുന്നത്. എല്ലാ ബാക്കി രാശികളും ഉണ്ട്, മേജറായിട്ട് കൂടുതൽ ആൾക്കാർ മേടരാശിക്കാരാണ്. ഓക്കെ, ക്ലാരിഫൈ, ഏസ് ഓഫ് നെക്സ്റ്റ് ആക്ഷൻ നോക്കിയില്ലല്ലോ, സോറി. Clarify, what is the next action expected from these people? Will they message? They are thinking about messaging, I know. Will they message? The Fool തന്നെയാണ്. ഫൂളും സിക്സ് ഓഫ് പെൻറ്റക്കിൾസും. യെസ്, അവരുടെ സൈഡിൽ നിന്ന് ഒരു ആക്ഷൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും. ഫൂൾ
എന്ന് പറയുമ്പോൾ രണ്ടും കൽപ്പിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരാമെന്ന് തന്നെ ഇവർ ഉറപ്പിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ദേ ആർ ഡിറ്റർമിൻഡ്. അവരുടെ മനസ്സിൽ അവരിപ്പോൾ ചിന്തിക്കുന്നത് നിങ്ങളുമായിട്ടൊരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ എത്തണം, സ്നേഹം കൊടുത്ത് സ്നേഹം വാങ്ങണം, നിങ്ങളുമായിട്ടൊരു ലൈഫ് ബാലൻസിൽ എത്തിക്കണം എന്നൊക്കെ തന്നെയാണ് ഇവർ ഈ നിമിഷം ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ക്ലാരിഫൈ ഏസ് ഓഫ് സ്വാർഡ്സ്. ക്ലാരിഫൈ ഏസ് ഓഫ് സ്വാർഡ്സ്. റീയൂണിയൻ്റെ കാർഡുകളൊന്നും കിട്ടിയില്ലല്ലോ അല്ലേ, എല്ലാം കോണ്ടാക്റ്റിൻ്റെ കാർഡ്സാണ് വരുന്നത്. ക്ലാരിഫൈ ഏസ് ഓഫ് സ്വാർഡ്സ്. ദ മൂൺ. ഓക്കെ, 2 of Wands and Page of Pentacles. എല്ലാവരും ഇന്ന് കോണ്ടാക്റ്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് വളരെയധികം ആലോചിക്കുന്നുണ്ട് ഈ നിമിഷം. അതായത് നിങ്ങളൊരു ഒന്നുകിൽ ഒരു ലോങ് ഡിസ്റ്റൻസിലായിരിക്കണം. ഓക്കെ, ജോലിയായിട്ടോ എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾ ഒരു അറ്റ് പ്രസൻറ്റ് ഒരു ലോങ് ഡിസ്റ്റൻസിൽ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഈ ഡിസ്റ്റൻസ് അവരൊക്കെ ഒരു റിയലൈസേഷൻ ഉണ്ടാക്കി. നിങ്ങളെ തൽക്കാലം ഒന്ന് ഫിസിക്കൽ ഡിസ്റ്റൻസ് വന്നപ്പോഴാണ് ഇവർ മനസ്സിലാക്കിയത് നിങ്ങൾ അവരുടെ ലൈഫിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത്. നിങ്ങളെ പ്രതി അവർ ഇൻസെക്യൂർ ആണ് എന്ന് വെച്ചാൽ ഇനിയും അവർ വരാൻ ഡിലേ ആക്കിയാൽ നിങ്ങൾ അവരെ വിട്ടിട്ട് പോകുമോ എന്നവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. ഈ നിമിഷം അങ്ങനെയൊക്കെയാണ് അവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി എത്രയും വേഗം നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്തില്ലെങ്കിൽ ഇതാകെ പ്രശ്നമാവും എന്ന് അവർ മനസ്സിലാക്കി. ഓക്കെ, അപ്പം പക്ഷെ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം അവർ ഫോളോ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങളുടെ വാട്സാപ്പ് അപ്ഡേറ്റ്സ് ഫോളോ ചെയ്യുക, DP നോക്കുക, നിങ്ങളറിയാതെ നിങ്ങളുടെ ഫോട്ടോ എവിടെന്നെങ്കിലും നോക്കുക, ഫേസ്ബുക്ക്, ഇൻസ്റ്റ, എനി അതർ സോഷ്യൽ മീഡിയ. ഓക്കെ, സോഷ്യൽ മീഡിയ റിലേറ്റഡ് ആക്ടിവിറ്റീസ് നിങ്ങളുടെ ഇവരൊക്കെ വളരെ ക്ലോസ് ആയിട്ട് തന്നെ ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സ് വഴി ഇവർ നിങ്ങളെ പറ്റിയുള്ള അപ്ഡേറ്റ് കറക്റ്റായിട്ട് എടുക്കുന്നുണ്ട്. അത് നിങ്ങളെപ്പറ്റി അവർ അന്വേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് ചുരുക്കി പറഞ്ഞാൽ. ഓക്കെ, ലോങ് ഡിസ്റ്റൻസ് ആണ് എസ്പെഷ്യലി. ഓക്കെ, ചിലർക്കെങ്കിലും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. തേർഡ് പാർട്ടി നിങ്ങൾക്കെല്ലാം അറിയാം, ഏത് തരം തേർഡ് പാർട്ടിയും ആവാം. പാരൻസ് ആവാം, സ്പൗസ് ആവാം, വേറെ കരിയർ ആവാം, എന്തുമാവാം. ക്ലാരിഫൈ. What is the next action expected? I see they want to message. What is the next action? Will they message? Will they message? Page of Pentacles വെച്ച് മെസ്സേജ് തന്നെയാണ് അവിടെ കാണിക്കുന്നത് കേട്ടോ. മെസ്സേജ് 8 of Wands, കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും. ഓക്കെ, ഒരു പക്ഷേ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട്, അവരൊരു ലീവ് ഒക്കെ എടുത്ത് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട് എന്നുള്ളൊരു മെസ്സേജ് ആയിരിക്കും നിങ്ങൾക്ക് തരുന്നുണ്ടാവുക. അതായത് നമുക്ക് വന്ന് സംസാരിച്ച് കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യാം എന്നുള്ള രീതിയിൽ അവർ ഒരു തീരുമാനം എടുക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു മെസ്സേജ് വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അവർ ഈ സമയം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രോബബ്ലി ട്രാവൽ ഡിസൈഡ് ചെയ്ത് കാണണം. അത് നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിരിക്കും. ഒരു ലീവ് ഒക്കെ ഉണ്ടാവും. നിങ്ങളുടെ സ്പൗസും ആയിരിക്കാം ഇത്. അവർ ലോങ് ഡിസ്റ്റൻസിലൊക്കെ ആണെങ്കിൽ ലീവിന് വരുന്ന കാര്യം പറയാൻ വേണ്ടിയിട്ട് മെസ്സേജ് ചെയ്യുകയോ എന്തെങ്കിലും ആയിരിക്കാനും സാധ്യതയുണ്ട് കേട്ടോ. ക്ലാരിഫൈ ദ സ്ട്രെങ്ത്. ക്ലാരിഫൈ ദ സ്ട്രെങ്ത്. നിങ്ങളെപ്പറ്റി തന്നെയാണ് ഈ കണ്ട എല്ലാവരും ഈ സമയം നിങ്ങളെപ്പറ്റി തന്നെയാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ക്ലാരിഫൈ ദ സ്ട്രെങ്ത്. ദ സൺ, 5 of Swords and 4 of Swords. കണ്ടല്ലോ, ഇവിടുത്തെ സിറ്റുവേഷൻ എന്താന്ന് വെച്ചാൽ ഇവർ വിചാരിക്കേണ്ടത് നിങ്ങൾ ഇവരുടെ ലൈഫിൽ ഒരുപാട് പോസിറ്റിവിറ്റിയും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കാര്യങ്ങൾ ക്ഷമയോടെ നിങ്ങൾ തമ്മിൽ ഉറപ്പായിട്ട് വഴക്കിട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ തമ്മിൽ ഒരുപാട് വഴക്കിട്ടിട്ടുണ്ട്. നിങ്ങൾ വന്നതിന് ശേഷമാണ് ഇവരുടെ ലൈഫിൽ ഒരുപാട് പോസിറ്റിവിറ്റി ഇവർക്ക് ഫീൽ ചെയ്തത്. ഓക്കെ, പക്ഷേ ഇവരുടെ ഒരു മിസ്റ്റേക്ക് മൂലം നിങ്ങൾ അവരുടെ അടുത്തു നിന്നൊന്ന് വിട്ടു നിൽക്കുകയാണ്. നിങ്ങളാണ് വിട്ടു നിൽക്കുന്നത്, അവരല്ല. ആ മിസ്റ്റേക്ക് അവരുടെ ഭാഗത്തായിരുന്നു. ഓക്കെ, അവരുടെ മിസ്റ്റേക്ക് മൂലം നിങ്ങൾ ഇവരെ ഒന്ന് വിട്ടു നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോഴാണ് നിങ്ങൾ വിട്ടു പോയതിന് ശേഷമാണ് ഇവർക്ക് ആ റിഗ്രറ്റ് ഫീൽ ചെയ്തത് കേട്ടോ. നിങ്ങൾ പോയതിന് ശേഷം ഓബ്വിയസ്ലി നിങ്ങളുടെ ലക്കി ചാം കുറയുമല്ലോ അവരുടെ ലൈഫിൽ. അങ്ങനെ വന്നപ്പോഴാണ് ഇവർ റിയലൈസ് ചെയ്തത്, ഇവർ ആയിരുന്നു എൻ്റെ ലൈഫിലുള്ള പോസിറ്റിവിറ്റി, ഇവരെ വിട്ട് കളഞ്ഞത് എൻ്റെ തെറ്റായിരുന്നു എന്ന് ഇവർ മനസ്സിലാക്കുന്നുണ്ട്. അത് കാരണം ഓവർ തിങ്കിങ് ആണ്, ഉറക്കമില്ലായ്മയുണ്ട്, സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ തന്നെയാണ് ഇവർ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവർ ഹാപ്പി അല്ല. ഓക്കെ,
നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നമ്മൾ നോക്കുക തന്നെ വേണം. ഇതിൽ 2 പ്രബല രാശിക്കാർ ജോയിൻ ആയിട്ടുണ്ട്. ചിങ്ങരാശിയാണ്, 2 അല്ല, 2 മേജർ അർക്കാന കാർഡും ചിങ്ങം ലിയോ രാശിക്കാരാണ് ഏറ്റവും കൂടുതലായിട്ട് ഈ ഇതിൽ കണക്റ്റ് ആയിരിക്കുന്നത്. Clarify what is the next action expected from these people. Please clarify what is the next action expected from these people. Knight of Swords passionate ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. Ace of Wands ഒരു പുതിയ തുടക്കം ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുന്നതായിട്ട്, ക്ഷമാപണം ചോദിച്ചുകൊണ്ട് തിരിച്ചു വരുന്നതായിട്ട്, നിങ്ങൾ ക്ഷമിക്കുവോ എന്ന് ചോദിച്ചുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. അതിനെപ്പറ്റിയാണ് അവരിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഈ കേസിൽ തീരുമാനം നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾ ഇവരോട് ക്ഷമിക്കണോ വേണ്ടയോ, എന്തായിരുന്നു സിറ്റുവേഷൻ എന്ന് നിങ്ങൾക്ക് അറിയൂ. എന്ത് വേദന തന്നിട്ടാണ് ഇവർ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയതെന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയൂ. ഇവർ തിരിച്ചു വരുമ്പോൾ അവരെ സ്വീകരിക്കണോ വേണ്ടയോ, ഈ റിലേഷനിൽ മുന്നോട്ട് പോകണോ വേണ്ടയോ എന്നുള്ള ഡിസിഷൻ നിങ്ങളുടെ കയ്യിലാണ്. ഓക്കെ, ക്ലാരിഫൈ ദ വേൾഡ് ലാസ്റ്റ് കാർഡാണ് കേട്ടോ. ക്ലാരിഫൈ ദ വേൾഡ്, ക്ലാരിഫൈ ദ വേൾഡ്. എല്ലാം പോസിറ്റീവ് റിസൾട്ട്സ് തന്നെയാണ്. ആ ഒരു കേസ് മാത്രം ഒരു ഹാർട്ട് ബ്രേക്കിൽ വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ടെമ്പറൻസ്, 6 of Wands ആൻഡ് Queen of Pentacles. വെരി ഗുഡ്. അറിയാലോ, ലോങ് ഡിസ്റ്റൻസ് ആണ്. നിങ്ങളുടെ പേഴ്സൺ വെള്ളം കൂടുതൽ ഉള്ള സ്ഥലത്ത് ജീവിക്കുന്ന ഒരാളാണ്. നിങ്ങളെ പ്രതി അവർക്ക് ഹൈലി റെസ്പെക്റ്റ് ആണ്, നിങ്ങളെ പ്രതി അട്രാക്റ്റഡ് ആണ്, നിങ്ങളൊരു വൈഫ് മെറ്റീരിയലാണ്, ഹസ്ബൻഡ് മെറ്റീരിയലാണ് എന്നിവർ ഉറച്ചു വിശ്വസിക്കുന്നു. ഓക്കെ, നിങ്ങൾ അവരുടെ ലൈഫിൽ ഒരുപാട് ലക്കമായിട്ട് വന്ന ഒരാളാണ്. ഇവരുടെ കരിയറിൽ പോലും നിങ്ങൾ എന്തെങ്കിലും ഒരു ഫൈനാൻഷ്യൽ ഹെൽപ്പ്, ഒരു സപ്പോർട്ടൊക്കെ ചെയ്ത് കാണണം. ഇമോഷണൽ സപ്പോർട്ട് ഒരുപാട് കൊടുക്കുന്ന ഒരാളാണ് നിങ്ങൾ. നിങ്ങളുമായിട്ട് ഒരു ഈക്വൽ ബാലൻസിലെത്തണം. ഏഞ്ചൽ ബ്ലെസ്സിങ്സ് നിങ്ങളുടെ ലൈഫിലുണ്ട് എന്നിവർ വളരെ കാര്യമായിട്ട് തന്നെ ആലോചിക്കുന്നുണ്ട്. ഓക്കെ, അവർ നിങ്ങൾക്ക് ഒരു പ്രപ്പോസലായിട്ട് വരുന്ന കാര്യമാണ് ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ സിംഗിൾസൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും ഇതൊരു മാരേജിൽ എത്തുന്ന കേസ് തന്നെയാണ്. സാജിറ്റേറിയസ് ധനുരാശിക്കാരാണ് ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് കണക്റ്റ് ആയിരിക്കുന്നത് കേട്ടോ. 6 of Wands പറയുമ്പോൾ ഒരു പ്രപ്പോസൽ, സക്സസ്, പ്രോഗ്രസ് ഇൻ റിലേഷൻ എന്നൊക്കെ നമുക്ക് പറയാം. ഇവർ ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോയി ഇവരുടെ ഫാമിലിയിലൊക്കെ അറിയിക്കാം എന്നൊക്കെയുള്ള ആലോചനയിലാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് നേരെ ഒരു ഫൈനലൈസേഷൻ വരുന്നതായിട്ട്, ഒരു കമ്മിറ്റ്മെൻറ്റ് വരുന്നതായിട്ടാണ് അവിടെ കാണുന്നത്. ക്ലാരിഫൈ ദി സെറ്റ് ഓഫ് കാർഡ്സ്. വാട്ട് ഈസ് ദ നെക്സ്റ്റ് ആക്ഷൻ എക്സ്പെക്റ്റഡ് ഫ്രം ദീസ് പീപ്പിൾ? ദ സൺ ഫുൾ പോസിറ്റിവിറ്റി ആണ്. കിങ് ഓഫ് വാൻസ്. ഓക്കെ, അത് തന്നെയാണ് സ്നേഹം, ഒരുപാട് സ്നേഹം, അട്രാക്ഷൻ എല്ലാം ഉണ്ട്. നിങ്ങളുമായിട്ടൊരു ഫിസിക്കൽ അട്രാക്ഷനും ഇവർ ഫീൽ ചെയ്യുന്നുണ്ട്. അവിടെ മാരേജ് തന്നെയാണ് കാണുന്നത് കേട്ടോ. സൺ എന്ന് പറയുമ്പോൾ ഫുൾ കംപ്ലീറ്റ് പോസിറ്റിവിറ്റിയാണ്. ഫുൾ പോസിറ്റിവിറ്റിയോടുകൂടി നിങ്ങളുടെ അടുത്തേക്ക് അവർ വരുന്നു. ഡിവൈൻ ബ്ലെസ്സിങ്സ് ചോദിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു എന്നാണ് ഈ സെറ്റ് ഓഫ് കാർഡ്സ് കാണുന്നത്. ഈ സെറ്റ് ഓഫ് കാർഡ്സിൽ ആർക്കെങ്കിലും പ്രപ്പോസൽ, കല്യാണം നിശ്ചയമൊക്കെ ആവുന്നുണ്ടെങ്കിൽ അതും എനിക്ക് മെസ്സേജ് ഇടണം കേട്ടോ. വെയിറ്റ് ചെയ്തിരിക്കും. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ഇപ്പോഴത്തെ നിങ്ങളുടെ പേഴ്സൻ്റെ തോട്ട്സ്. ഓവറോൾ പോസിറ്റീവ് തോട്ട്സ് തന്നെയാണ് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെ പറ്റിയിട്ട് മനസ്സിൽ. ഓക്കെ, അപ്പോൾ ഒരുപാട് പേർക്ക് ഇപ്പോഴും മെസ്സേജ് കോൾ വരുന്നതായിട്ട് തന്നെ കാണുന്നുണ്ട്. ഉറച്ച് വിശ്വസിക്കുക. ചിലർക്ക് ഡിലേ ആവുന്നുണ്ടായിരിക്കും, കാരണം അവിടെ എന്തെങ്കിലും ഒരു കർമ്മഫലം അവിടെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും കേട്ടോ. അത് നിങ്ങൾ ഹീൽ ചെയ്യുന്നതിനനുസരിച്ച് ആ തടസ്സം മാറിക്കോളും. കുറച്ച് ക്ഷമയോടെ കാത്തിരിക്കുക. ഡിവൈനിന് ഒരു സമയമുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ. അത് പ്രകാരം എല്ലാം തന്നെ നല്ലതായിട്ട് തന്നെ നടക്കും. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ നിങ്ങളുടെ റീഡിംഗ്. അപ്പോൾ റീഡിംഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതിൻ്റെ കൂടെ അറിയാലോ, ലൈക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ ഹൈപ്പ് ചെയ്യാൻ ഓപ്ഷൻ അവൈലബിൾ ആണെങ്കിൽ അതും കൂടെ ഒന്ന് ചെയ്തേക്കണേ. ഇന്നലെ ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് താങ്ക്സ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ നാളെ 11 മണിക്ക് നമ്മുടെ ലൈവ്. ഓക്കെ, ലൈവ് ഞാൻ കണക്ട് ചെയ്യാൻ ശ്രമിക്കും നാളെ. കാരണം വെരിഫിക്കേഷൻ്റെ പ്രോസസ്സ് ഉണ്ടോ എന്ന് എനിക്ക് ഉറപ്പില്ല. ഓക്കെ, അങ്ങനെ വെരിഫിക്കേഷൻ ആണെങ്കിൽ ചിലപ്പോൾ 24 hours കഴിഞ്ഞിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. എന്തായാലും ഞാൻ 11 ട്രൈ ചെയ്യും നാളെ കേട്ടോ. അപ്പോൾ ബെൽ ഐക്കണൊന്ന് ഓൺ ചെയ്തിട്ടേക്കുക.
അപ്പോൾ ഞാൻ ഓൺലൈൻ ആണെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിരിക്കുക, പോസിറ്റീവായിരിക്കുക, ക്ഷമയോടെ ഇരിക്കുക കേട്ടോ. ഡിവൈനെ പൂർണ്ണമായിട്ടും വിശ്വസിക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ. നാളെ വീണ്ടും കാണാം. ബൈ.